എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. നമുക്കിന്നിതാ ഈ വീടാണ് കൊടുക്കാനുള്ളത് കേട്ടോ. ചെറിയ ബഡ്ജറ്റാണ്. 5 സെൻറ്റ് സ്ഥലവും 650 സ്ക്വയർ ഫീറ്റ് വീടും. 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമും. അത്യാവശ്യം വണ്ടികളൊക്കെ നിർത്താനുള്ള മുറ്റുണ്ട്, കാർ പാർക്കിങ്ങിന് ഷെഡുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പത്തിരിപ്പാല ടൗണിനടുത്താണ് കേട്ടോ. പത്തിരിപ്പാല ടൗണിന് വളരെ അടുത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് മാറി ഒരു 300 മീറ്റർ മാറിയിട്ട് ബസ് റൂട്ടുണ്ട്. അതായത് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 300 മീറ്റർ നടന്നാൽ ഈ വീട്ടിലെത്തി. ഇതാണ് വീടിൻ്റെ ബാക്ക് കണ്ടത്. ഇവിടെ നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷീറ്റുകൾ എല്ലാ ഭാഗത്തും ഇട്ടിട്ടുണ്ട്. വാഷിയാല കല്ലൊക്കെ ഇവിടെയാണ്. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. ഇത് വീടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. വെള്ള സൗകര്യത്തിന് ജലനിധിയുടെ കണക്ഷനും ഉണ്ട്, പിന്നെ വാട്ടർ കണക്ഷനും ഉണ്ട് കേട്ടോ. 2 കണക്ഷനുണ്ട് വെള്ള സൗകര്യത്തിന്. കണ്ടോ, തൊട്ടൊക്കെ വീടുകളുള്ള നല്ലൊരു ഏരിയയാണ് കേട്ടോ. ഇത് അടുക്കളയുടെ പുറകുവശം. ഇനി മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഇതാ പുറത്താണ്. മുകളിൽ ടെറസ് മൊത്തം കണ്ടില്ലേ, ഓപ്പൺ ടെറസ് മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നല്ലൊരു പൈസ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ. പത്തിരിപ്പാല ടൗണിലേക്കൊക്കെ ജസ്റ്റ് നടന്ന ടൗണിലെത്തി കേട്ടോ. ഇത് വീടിൻ്റെ കാർ പോർച്ചാണ് കണ്ടോ. കാർ പോർച്ച് ബൈക്കുകളൊക്കെ നിർത്താനുള്ള നല്ലൊരു ഏരിയയാണ്. ഇതാണ് വാട്ടർ കണക്ഷൻ കേട്ടോ. 2 കണക്ഷൻ ഉണ്ട് ഇതിൽ. ജലനിധി ഉണ്ട്, വാട്ടർ കണക്ഷനും ഉണ്ട്. എല്ലാ ഭാഗത്തും ഷീറ്റ് ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ഈ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം അടുക്കള അവർ കുറച്ച് ഇറക്കിയെടുത്താട്ടോ. ഒരു 125 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ അവർ ഇറക്കിയെടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. ടൈൽസൊക്കെ കണ്ടോ, പുതിയ ടൈൽസുകളാട്ടോ. എല്ലാ ഭാഗം പുതിയ ടൈൽസ് ഇട്ടതാണ് അവർ. വീട് ഒരു 7 വർഷം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ. ഓപ്പൺ സിറ്റ് ഔട്ടാണ് ആദ്യം തന്നെ ഉണ്ടാവും. നല്ല ആംബിയൻസിലാണ്. നല്ലൊരു വീടാണ്. ചെറിയ രീതിയിൽ ചെറിയ വിലയുടെ നല്ലൊരു വൃത്തിയുള്ള വീട്. ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് ഇതാ മെയിൻ ഡോർ കയറി കഴിഞ്ഞാൽ നല്ലൊരു ലിവിങ് ഏരിയ കണ്ടോ. ഉള്ളത് നല്ല വൃത്തിയുള്ള വീടാട്ടോ. കണ്ടോ, സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ തന്നെ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മുൻവശത്തേക്കുള്ള കാഴ്ച. അത് കഴിഞ്ഞാൽ 2 ബെഡ്റൂം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമുകളൊക്കെ ഉണ്ട്. 6-4 കട്ടിലിട്ടാൽ നല്ല സ്പേസ് ഉണ്ട്. AC അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള വീടാട്ടോ അത്. ഇവിടെ തന്നെ കണ്ടില്ലേ, നല്ല ഷോക്കേസിനുള്ള സിസ്റ്റം ഉണ്ട്. ഇത് അവിടെ തന്നെ ഒരു TV, ബെഡ്റൂമിൽ തന്നെ ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് എത്തി. ആ ബെഡ്റൂമിൻ്റെ തൊട്ടന്നെയാണ് 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം ആദ്യം കണ്ട അതേ ബെഡ്റൂമിൻ്റെ വലിപ്പം തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള വീടുമാണ്. താമസിക്കാൻ സൗകര്യമുള്ള ഒരു ഏരിയയിലുമാണ് കേട്ടോ ഈ വീട്. പത്തിരിപ്പാല ടൗണിൽ പിന്നെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ടൗണാണ് കേട്ടോ. സ്കൂള്, കോളേജ്, ഹോസ്പിറ്റലുകൾ, അങ്ങനെ എല്ലാവിധ സൗകര്യമുള്ള ഒരു ഏരിയയാണ് പത്തിരിപ്പാല ടൗണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയുടെ തൊട്ട് കണ്ടില്ലേ അടുക്കള. അടുക്കളയൊക്കെ കണ്ട നല്ല വൃത്തിയാണ്. ഇതിൻ്റെയൊക്കെ ഫുള്ള് ടൈൽസും ഗ്രാനൈറ്റൊക്കെ ഫുള്ള് പുതിയത് അവരിപ്പോൾ ഇട്ടതാണ്. അടുത്ത് പുതിയതായി എല്ലാ വർക്കും ചെയ്തതാണ്. അടുക്കളയിലെ ടൈൽസ് കണ്ടില്ലേ, ഒരു വുഡിൻ്റെ കണ്ടില്ലേ, വുഡിൻ്റെ കളറാണ് ടൈൽസ്. എല്ലാം നല്ല വൃത്തിയുള്ള വീടാട്ടോ. വന്ന് കാണുന്നവർക്ക് മനസ്സിലാവും അത്. നമ്മൾ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. കണ്ട ഇവിടെ ചെറിയ രീതിയിലൊരു വാഷ് ബേസിൻ, കണ്ണാടി ഒക്കെ. ഡൈനിങ് സെക്ഷനിൽ നമ്മളിതാ അവർ എക്സ്ട്രാ എടുത്തതാണ് ഇവിടെ കേട്ടോ. കണ്ട ഷീറ്റൊക്കെ ഇറക്കി ചുമരൊക്കെ കെട്ടി ഒന്ന് തേക്കാണ്ട്. ഇവിടെ വിറകടുപ്പിനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, വിറകടുപ്പിനുള്ള സൗകര്യങ്ങളാണ്. ഇതിൻ്റെ അറ്റത്തായിട്ടാണ് ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂം. ഈ വീടിനുള്ള ഏക ബാത്റൂമാണ് ഇത്. ഇത് പുറത്തേക്കുള്ള ഇരുമ്പിൻ്റെ ഡോറാണ്. ഈ ബാത്റൂം ഉള്ളത് നല്ല വലിപ്പത്തിൽ നല്ല വൃത്തിയിലാട്ടോ. ഇതിൻ്റെ ബാത്റൂം കണ്ടോ, നല്ല വലിപ്പത്തിലാണ്. ഫുള്ള് സെറ്റിങ്സ് ഉണ്ട്. വാഷ് ബേസിൻ, കണ്ണാടി, യൂറോപ്യൻ ക്ലോസറ്റൊക്കെ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ്. ഈ വീടിനും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ വില പറയുന്നത് 19.5 ലക്ഷം രൂപയാണ് കേട്ടോ. എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് കുറച്ച് കിട്ടും. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.